മീനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ടൈഗർ പ്രോൺസ് റോസ്റ്റ് ആണ്. ഞാനിവിടെ 1 kg ടൈഗർ പ്രോൺസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാം. മസാല നന്നായിട്ട് ഉള്ളിലോട്ട് പിടിക്കാൻ നമുക്ക് പ്രോൺസിന്റെ നെടുകെ മുറിച്ചു കൊടുക്കാം. പ്രോൺസിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, ചില്ലി ഫ്ലിക്സ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, കോൺഫ്ലവർ. അടുത്തത് വെജിറ്റബിൾസ് ആണ്. 3 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഗ്രീൻ ചില്ലി 2 എണ്ണം, സ്പ്രിംഗ് ഓണിയൻ, മല്ലിച്ചപ്പ്, പുതിനയില കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി, ചില്ലി ഫ്ലിക്സ് 3/4 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ പ്രോൺസ് ഓരോന്നായി വെച്ച് കൊടുക്കാം. 2 ഭാഗം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. പ്രോൺസ് നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. സ്പ്രിംഗ് ഓണിയൻ, 3 കളർ ക്യാപ്സിക്കം, മല്ലിച്ചപ്പ്, പുതിനയില അരിഞ്ഞതിട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് 1/4 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ പ്രോൺസ് റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വയ്ക്കാം 10 മിനിറ്റ്. ടേസ്റ്റി പ്രോൺസ് റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.